ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. ജസ്നയുടെ പിതാവ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം CJM കോടതി CBIക്ക് നിർദ്ദേശം നൽകിയത്. മുദ്രവെച്ച കവറിൽ കോടതിക്ക് ലഭിച്ച വിവരങ്ങൾ CBI SP-ക്ക് കോടതി കൈമാറി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എത്ര നാളുകൾക്കുള്ളിൽ ഈ തുടരന്വേഷണം പൂർത്തിയാക്കണമെന്നൊരു സമയക്രമം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടോ? ഈ പരാതി ഉന്നയിച്ച ഹർജി നൽകിയ ആള് മുദ്രവെച്ച കവറിൽ തെളിവുകൾ കോടതിക്ക് നൽകുന്നു, അത് കോടതി CBI SP-ക്ക് കൈമാറി തുടരന്വേഷണം നടത്താൻ ഉത്തരവിടുന്നത് ഒരു തരത്തിൽ അസാധാരണ സാഹചര്യം തന്നെയാണ്. എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ? വിജയകുമാർ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജസ്നയുടെ പിതാവ് ഹർജിയുമായി തിരുവനന്തപുരം CJM കോടതിയെ സമീപിക്കുന്നത്. ഹർജിയിൽ പറഞ്ഞിരുന്നത് CBI അന്വേഷണത്തിന്റെ പരിധിയിൽ പല കാര്യങ്ങളും വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CBI അന്വേഷണം കാര്യക്ഷമമല്ലെന്നടക്കമുള്ള കാര്യങ്ങൾ ആ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നാലെയാണ് ഹർജിയിന്മേൽ തിരുവനന്തപുരം CJM കോടതി വിശദമായ വാദം കേട്ടത്. ആ വാദം കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ ചില പുതിയ വിവരങ്ങൾ കൂടി ജസ്നയുടെ പിതാവ് കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് CBI അന്വേഷണം നടത്തിയില്ല. സഹപാഠിയെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം നടത്തിയത്. ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, വ്യാഴാഴ്ചകളിൽ ജസ്ന സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. കൂടാതെ ജസ്നയെ കാണാതാകുന്ന ഒരു വ്യാഴാഴ്ചയാണ്. അക്കാര്യത്തിലും വളരെ വിശദമായ ഒരു അന്വേഷണം CBIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. രക്തം പുരണ്ട വസ്ത്രത്തെ കേന്ദ്രീകരിച്ചും CBI അന്വേഷണം നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം ജസ്നയുടെ പിതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പിന്നാലെയാണ് CBI അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയും കേസ് ഡയറി വിളിച്ചു വരുത്തി വിശദമായി പരിശോധിക്കുകയും ചെയ്തത്. ഈ കേസ് ഡയറിയിൽ ജസ്നയുടെ പിതാവ് ഉന്നയിച്ച പുതിയ കാര്യങ്ങളില്ല ചില കാര്യങ്ങളില്ല എന്നുള്ളത് വ്യക്തമായതിനെ തുടർന്നാണ് CBI ഇക്കാര്യത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ജസ്നയുടെ പിതാവ് കോടതിക്ക് കൈമാറിയ മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഇനി CBI അന്വേഷിക്കേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷണ പരിധിയിൽ ഇനി വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ മുദ്രവെച്ച കവറിൽ ജസ്നയുടെ പിതാവ് കൈമാറിയ രേഖകളടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം CJM കോടതി CBI അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CBIയുടെ തുടരന്വേഷണമായിരിക്കും വളരെ നിർണായകമാവുക. വിജയകുമാർ. ജസ്നയുടെ പിതാവ് സ്വതന്ത്ര അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളാണ് മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയത്. അത് പരിശോധിച്ച ശേഷമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ തെളിവുകൾ വിശദമായി പരിശോധിക്കാനാണ് CBIയോട് ഇപ്പോൾ കോടതിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI SP-ക്ക് ഇന്ന് കോടതി കൈമാറുകയും ചെയ്തു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാന്മാരെ ചോദ്യം ചെയ്തു. അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തത്. കേസെടുത്ത് 5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ നടപടി. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് പ്രതിഷേധക്കാരെ തല്ലിയത് എന്നാണ് ഗൺമാന്മാരുടെ ന്യായീകരണം. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, കേസെടുത്ത് 5 മാസം കഴിഞ്ഞ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ, ഇതിനിടയിൽ പലതവണ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഈ ഗൺമാന്മാർ അവിടെ ആലപ്പുഴയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉയർന്നതാണ്. അതീവ രഹസ്യമായി പോലീസ് ആസ്ഥാനത്താണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ? കുറ്റപത്രം സമർപ്പിക്കൽ അത്തരം ഘട്ടങ്ങളിലേക്ക് പോകാറായോ? വിജയകുമാർ, ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് ആദ്യം അന്വേഷിച്ച ഘട്ടത്തിൽ 3 തവണ അനിൽ കല്ലിയൂരിനും സന്ദീപിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല. പിന്നീട് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അരുണും സംഘവും തിരുവനന്തപുരത്ത് കോടതിയിൽ മറ്റൊരു ആവശ്യത്തിന് പോയ ഘട്ടത്തിലാണ് അവിടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് എത്തിയപ്പോഴാണ് അനിൽ കല്ലിയൂരിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാനിടയായത്. ഇരുവരും നൽകിയിട്ടുള്ള മൊഴി ന്യായീകരണമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് തൊട്ട് കണ്ണൂർ മുതൽ തന്നെ അക്രമ സ്വഭാവമുള്ള പ്രതിഷേധങ്ങളായിരുന്നു. തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവരെ മർദ്ദിച്ചത് എന്നുള്ള വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. പോലീസ് പക്ഷേ ഇവരെ എപ്പോഴാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണെങ്കിൽ കൂടി കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇവർ ഈ 7 പേരും, അതായത് 7 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് എപ്പോൾ അറസ്റ്റ് ഉണ്ടാകുന്ന കാര്യം ഇപ്പോഴും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല. പോലീസിൻ്റെ
അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി ഇത് ദൃശ്യങ്ങൾ വന്നിട്ടുള്ള പ്രക്ഷേപണം ചെയ്തിട്ടുള്ള മാധ്യമങ്ങൾക്ക് നോട്ടീസ് നൽകിയ അത്തരം വിഷ്വൽസുകൾ, അത്തരം ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി വെക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. പക്ഷേ അറസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് സംഘം വ്യക്തമാക്കുന്നില്ല. വലിയ വിവാദമായത് ഡിസംബർ 16-ാം തീയതിയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജുവൽ കുര്യാക്കോസിനെയും ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും പൊതുമധ്യത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് സമാധാനപൂർവ്വം കരിങ്കൊടി കാണിച്ചവരെ പോലീസ് പിടിച്ചു മാറ്റിയിട്ട് മുഖ്യമന്ത്രിയുടെ പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് സന്ദീപും അനിൽ കലിയൂരും ക്രൂരമായി അവിടെ വെച്ച് ലാത്തി ഉപയോഗിച്ച് തല്ലിച്ചതച്ചത്. സേനയ്ക്കുള്ളിൽ തടക്കം തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു, വിവാദമായിരുന്നു. പക്ഷേ ഇരുവരുടെയും പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി എന്നതടക്കമുള്ള കാര്യമാണ് നമുക്ക് കാണേണ്ടത്. വിജയകുമാർ. യെസ്, മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് പ്രതിഷേധക്കാരെ തല്ലിയത് എന്ന ന്യായീകരണമാണ് മൊഴി നൽകുന്ന ഘട്ടത്തിൽ ഈ ഗൺമാന്മാർ പോലീസിന് നൽകിയത്. എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്നാണ് ഇനി അറിയേണ്ടത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുമോ അതോ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മേയർ MLA ദമ്പതികളും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കണ്ടക്ടർ സുബിൻ, തമ്പാനൂർ ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. സുബിനെ ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഷഫീദ് റാവുത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, അറസ്റ്റിലേക്കൊക്കെ കടക്കുമോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, നമുക്കറിയാവുന്നത് തന്നെ ഈ ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും യദുവിന്റെ പരാതിയിലെടുത്ത FIR-ൽ പോലീസ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി KSRTC തമ്പാനൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ പോലീസിന്റെ നീക്കം. സംഭവ ദിവസം യദു ഓടിച്ചിരുന്ന ബസ്സിന്റെ കണ്ടക്ടറാണ് സുബിൻ. നേരത്തെ സുബിന്റെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് തമ്പാനൂർ പോലീസ് സുബിനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ സുബിനിൽ നിന്നും വ്യക്തത തേടാനാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഭാഷ്യം. അതേസമയം തമ്പാനൂർ ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്തത്. സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ലാൽ സജീവിനെയാണ് ചോദ്യം ചെയ്തത്. ഇരുവരെയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. നേരത്തെ ഈ CCTVയുടെ മെമ്മറി കാർഡ് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലാണ്. സ്റ്റേഷൻ മാസ്റ്ററെയും അതുപോലെ കണ്ടക്ടറെയും ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ കണ്ടക്ടറെ രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. ശിക്ഷാവിധി തിങ്കളാഴ്ചയുണ്ടാകും. 2022 ഒക്ടോബർ 22-നാണ് വിഷ്ണുപ്രിയയെ മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവർക്കുള്ള താക്കീതാണ് വിധിയെന്ന് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ പ്രതികരിച്ചു. ഇന്ന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം, വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, അപൂർവങ്ങളിൽ അപൂർവം എന്ന നിലയിൽ വാദിച്ച് വധശിക്ഷയിലേക്ക്, പരമാവധി ശിക്ഷയിലേക്ക് എത്തിക്കാൻ അതാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. ശിക്ഷയിന്മേലുള്ള വാദവും ഇന്ന് പൂർത്തിയായോ? വിജയകുമാർ, ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി. ഇനിയിപ്പോൾ ശിക്ഷാവിധി മാത്രമാണ് അവശേഷിക്കുന്നത്. തിങ്കളാഴ്ച തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AV മൃദുല ശിക്ഷാവിധി പ്രസ്താവിക്കും. ഇതിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, ക്രൂരത, ഒപ്പം പ്രതിക്ക് മനസ്താപമില്ലെന്ന കാര്യം, ഇവ പരിഗണിച്ച് പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതിഭാഗം പ്രതിയുടെ പ്രായവും കുടുംബ സാഹചര്യങ്ങളും പരിഗണിക്കണം എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് വിഷ്ണുപ്രിയയെ വീടിനകത്ത് അതിക്രമിച്ച് കയറി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കഴുത്ത് 75% അറ്റുതൂങ്ങിയിരുന്ന 29 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ കൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കുന്നത്. മറ്റൊന്ന്, പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുന്നതായിരിക്കണം വിധി. സ്വന്തമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം
സ്നേഹം നിരാകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള അവരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന സന്ദേശം കൂടി നൽകുന്നതായിരിക്കണം വിധി. ഒപ്പം ഇക്കാര്യത്തിൽ വധശിക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഈ കേസിലും ബാധകമാകും. കാരണം അപൂർവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമാണ് പ്രതി നടത്തിയ ആസൂത്രണം. ഒപ്പം മറ്റൊരു കൊലപാതകം കൂടി പ്രതി ആസൂത്രണം ചെയ്തിരുന്നു. വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്തിനെ വകവരുത്താനും തീരുമാനിച്ചിരുന്നു. ഇതടക്കം പ്രതിയുടെ ആസൂത്രണമൊക്കെ ഒരു പ്രൊഫഷണൽ കില്ലറുടെ ക്രൂരമായ കൊലപാതകത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിനുവേണ്ടി വിപുലമായ ആസൂത്രണം നടത്തിയിരുന്നു. കുറ്റകൃത്യത്തിന്റെ ക്രൂരത ഇവയെല്ലാം പരിഗണിച്ച് വധശിക്ഷ തന്നെ നൽകണം എന്ന വാദമായിരുന്നു. ഒപ്പം പ്രോസിക്യൂഷനെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം കോടതിയിൽ ഹാജരാക്കിയ സാക്ഷിമൊഴികൾ, ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകളൊക്കെ കോടതി അംഗീകരിച്ചു എന്നതാണ്. ഒപ്പം ഇതിൽ കേസിലെ ഏറ്റവും നിർണായകമായത് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്താനായി എത്തിയ പ്രതി ശ്യാംജിത്തിനെ വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് വീഡിയോ കോളിലൂടെ തത്സമയം കണ്ടിരുന്നു. പൊന്നാനി സ്വദേശിയായ വിപിൻ രാജിന്റെ ഈ മൊഴി കേസിൽ ഏറ്റവും നിർണായകമായതായി മാറി. ഒപ്പം പ്രതി ആയുധം വാങ്ങിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു, കുറ്റപത്രത്തിന്റെ ഭാഗമാക്കിയിരുന്നു. അതും കേസിൽ ഏറ്റവും നിർണായകമായി. സാക്ഷിമൊഴികൾ പ്രതിയെ കുറ്റകൃത്യം സജോ, തന്നെയുമല്ല ഈ ശ്യാംജിത്ത് എന്ന പ്രതിക്ക് പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം ഒട്ടുമില്ല. അയാൾ ചെയ്ത ആ അതിക്രൂര കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് പിന്നീട് ഒരു പശ്ചാത്താപമേ തോന്നിയിട്ടില്ല എന്നത് അയാളുടെ കോടതിയിലെ ഇന്നത്തെ പ്രതികരണം പോലും വ്യക്തമാക്കുന്നുണ്ടല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇന്ന് കോടതി പ്രതിക്ക് സംസാരിക്കാനുള്ള അവസരം നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ താൻ നിരപരാധിയാണ് എന്ന മറുപടിയാണ് നൽകിയത്. ഒപ്പം പ്രോസിക്യൂട്ടർ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അറസ്റ്റിലായതിനു പിന്നാലെയും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പ്രതി കുറ്റസമ്മതം നടത്തിയ വേളയിൽ നടത്തിയ ഞെട്ടിക്കുന്ന പ്രതികരണവും പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, താൻ 14 വർഷത്തിന് ശേഷം പുറത്തിറങ്ങി സുഖമായി ജീവിക്കും എന്ന പ്രതികരണം നടത്തി. അത് പ്രതിയുടെ മനോനില വ്യക്തമാക്കുന്നതാണ്. ഒരു ഘട്ടത്തിലും വിചാരണ ഘട്ടത്തിലോ അന്വേഷണ ഘട്ടത്തിലോ വിചാരണ വേളയിലോ പ്രതി ഒരിക്കലും കുറ്റബോധം പ്രകടിപ്പിച്ചില്ല. താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് മാനസികമായ മനപരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് മനപരിവർത്തനത്തിന് സാധ്യതയില്ലാത്ത ഒരു പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. അയാൾ ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് മനപരിവർത്തനം ഉണ്ടാകാത്ത, താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മനപരിവർത്തനത്തിന് അവസരം നൽകുക എന്ന ഒരു സാധ്യതയെ അവശേഷിക്കുന്നില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ വാദിച്ചത്. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവർക്കുള്ള താക്കീതാണ് വിധി എന്നാണ് പ്രോസിക്യൂട്ടർ എന്ന് സൂചിപ്പിച്ചത്. തന്നെയുമല്ല, കുറ്റവാളി അയാൾ ഒരു നല്ല പൗരനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാകുമെന്ന തോന്നൽ അയാളിലില്ല. അങ്ങനെ അയാളെ മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ എന്ന് വാദിക്കുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചു. ഈ മാസം 14-നാണ് ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യം നൽകരുതെന്ന് CBI ഇന്നും കോടതിയിൽ വാദിച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ ജാമ്യാപേക്ഷ മാറ്റിവെക്കാനിടെ സാഹചര്യം എന്താണ്? CBIയുടെ വിശദീകരണം എന്തായിരുന്നു ഇന്ന് കോടതിയിൽ? വിജയകുമാർ, ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് CBI കോടതി മുൻപാകെ ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല, മറ്റു പ്രതികളുടെ കൂടി ജാമ്യാപേക്ഷ വരുന്നുണ്ട്. ആ ജാമ്യാപേക്ഷയ്ക്കൊപ്പം ഈ 8 പേരുടെ ജാമ്യം പരിഗണിച്ചാൽ മതി എന്നാണ് കോടതിയിൽ CBI എടുത്ത നിലപാട്. മാത്രമല്ല, ഈ കേസിന്റെ മെറിറ്റിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മെറിറ്റിലേക്ക് കടന്നു വാദം കേൾക്കണം എന്നൊരു വാദം കൂടി CBI മുന്നോട്ട് വെക്കുകയുണ്ടായി. അതേസമയം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതാണെന്നും തങ്ങൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ള വാദം പ്രതികൾ മുന്നോട്ട് വെച്ചു. 8 പേരും മുന്നോട്ട് വെച്ചു. പക്ഷേ അവർ ഈ ജാമ്യം നൽകുന്നതിന്, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെക്കണം എന്നുകൂടി ഒരു ആവശ്യം CBI മുന്നോട്ട് വെച്ചു. കാരണം അവർക്ക് അതിനൊരു കാരണമുണ്ട്. ഈ ഡൽഹി എയിംസിലേക്ക് ചില രേഖകൾ അയച്ചിരുന്നു മെഡിക്കൽ ബോർഡ് പരിശോധിക്കുന്നതിന് വേണ്ടി. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അതുകൂടി കോടതി സമർപ്പിക്കണം. അതിന് സാവകാശം തേടുകയുണ്ടായി. അടുത്ത 14-ലേക്ക് കേസ് മാറ്റണം എന്ന് CBI ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതികൾ അതിനെ എതിർത്തു. തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണം, കേസ് മാറ്റിവെക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി അനുവദിച്ചത് CBIയുടെ പ്രയറാണ്. കേസ് മാറ്റി 14-ന് വീണ്ടും പരിഗണിക്കും. വിജയകുമാർ. യെസ്, CBIയുടെ ആവശ്യം കണക്കിലെടുത്താണ് കേസ് ഈ മാസം 14-ലേക്ക് കോടതി മാറ്റിയിരിക്കുന്നത്. CBI ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുകൂടി കോടതി അറിയിച്ചു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേസ് മാറ്റിയത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വൈവിധ്യത്തെക്കുറിച്ചുള്ള സാം പിത്രോദയുടെ പരാമർശത്തിന് പിന്നാലെ വിദേശ നയത്തിൽ മണിശങ്കർ അയ്യരുടെ അഭിപ്രായ പ്രകടനവും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് കാലത്ത് തലവേദനയാകുന്നു. പാകിസ്ഥാനെ വേണ്ടവിധം മാനിച്ചില്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയാണ് വിവാദമായത്. ऐसे बम वगैरह रखकर
आप उसको इस्तेमाल करने का रोको, लेकिन यदि आपने उनसे बात की, उनको इज्जत अफजाया, तो तभी जाकर वो अपने बम के बारे में नहीं सोचेंगे। लेकिन आपको उनको ठुकरा दिया और बच्चे जैसे कुट्टी कहते रहे, तो कोई पागल वहाँ आ जाए, वो बम निकाल ले, और फिर क्या होगा। तो हमें समझना चाहिए कि दुनिया का विश्व गुरु बनना हो तो ये ज़रूरी है दिखाने के लिए कि जितना भी तीव्र हो हमारा समस्या पाकिस्तान के साथ, उसका हल निकालने के लिए हम मेहनत कर रहे हैं। पिछले 10 साल से सारा मेहनत बंद है। പാക് ഭീകരരുടെ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നതെന്ന് BJP വിമർശിച്ചു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നയമാണ് പ്രകടമാകുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. And I am very sure today again there will be an attempt by the Congress party to distance themselves from Manishankar Ayer's statement, as they have done. Congress in these elections has openly taken support from known terror-linked organizations like SDPI, PFI. That the Congress party today acts like, behaves like, talks like an apologist for Pakistan and Pakistan-based terror. And Manishankar Ayer's statement is one clinching evidence of this pattern of Congress's behavior towards Pakistan and Pakistan's terror. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തെ വെട്ടിലാക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി. BJP ഇതിനോടകം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് എന്തെങ്കിലും തരത്തിൽ മറുപടി നൽകാൻ ശ്രമിച്ചിട്ടുണ്ടോ? വിജയകുമാർ, അല്പസമയം തന്നെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല, അതായത് മണിശങ്കർ അയ്യരെ തള്ളുകയാണ് കോൺഗ്രസ്. ഇത് കോൺഗ്രസിന്റെ നിലപാടല്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കോൺഗ്രസിന് വേണ്ടി മണിശങ്കർ അയ്യർ സംസാരിക്കാറില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് പവൻ ഖേര ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മണിശങ്കർ അയ്യരെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ്. മണിശങ്കർ അയ്യരുടെ വിവാദ പ്രസ്താവന ഇന്ന് രാവിലെ മുതൽ തന്നെ BJP അത് ഏറ്റെടുക്കുകയും അതിനുശേഷം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ ഭാഷയാണ് മണിശങ്കർ അയ്യറിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളതെന്നായിരുന്നു BJPയുടെ വിമർശനം. മാത്രമല്ല, ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ മണിശങ്കർ അയ്യരെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്നായിരുന്നു കേശവ് പ്രസാദ് മൗര്യ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയത്. ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ലാഹോറിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ 8 സെക്കൻഡ് കൊണ്ട് അമൃത്സറിൽ എത്താം. അതുകൊണ്ട് നമ്മൾ അവരെ വേണ്ടവിധം മാനിച്ചാൽ സമാധാനപരമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു മണിശങ്കർ അയ്യരുടെ പ്രസ്താവന. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഇത്തരം പരാമർശങ്ങൾ, പല മുതിർന്ന നേതാക്കളുടെ പരാമർശത്തിൽ കോൺഗ്രസ് വെട്ടിലായിരുന്നു. നമുക്കറിയാം, സാം പിത്രോയുടെ പരാമർശത്തിൽ പിന്നാലെ അദ്ദേഹം അവിടെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ BJP ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുണ്ട്. ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് പ്രചരണമായി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഈ വാക്കുകളെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസിന്റെ നയമല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി നിതിൻ, നേരത്തെ മണിശങ്കർ അയ്യർ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ ചായ വിൽപ്പനക്കാരൻ പരാമർശം പിന്നീട് അത് BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ഒക്കെ ചെയ്തത് മുൻ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. ആ പതിവാണോ ആവർത്തിക്കുന്നത് എന്നതാണ് ഇപ്പോഴുയരുന്ന സംശയം. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതി അഥവാ നാഡയ്ക്കെതിരെ വീണ്ടും ഗുസ്തി താരം ബജ്റംഗ് പൂനിയ. പ്രോട്ടോകോൾ പാലിച്ചല്ല നാഡയുടെ പ്രവർത്തനം, താൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നും പൂനിയ വിശദീകരിക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, എന്താണ് ബജ്റംഗ് പൂനിയ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനോടകം അദ്ദേഹത്തിനെതിരെ വലിയ നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഘട്ടത്തിൽ പൂനിയ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, സാമ്പിൾ നൽകിയിട്ടില്ല, ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയിട്ടില്ല എന്നത് കാരണം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇന്നലെ ഗുസ്തിക്കാരുടെ ഔദ്യോഗിക സംഘടനയായ യുണൈറ്റഡ് റെസ്ലിംഗും അദ്ദേഹത്തിനെതിരെ നടപടി ആവർത്തിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാഡയുടെ പ്രവർത്തനം ഒട്ടും തന്നെ പ്രോട്ടോകോൾ പാലിച്ചല്ല, താൻ ആ മത്സരത്തിന് ശേഷം താൻ ഓടിപ്പോയിട്ടില്ല, അവർ ആരോപിക്കുന്നത് പോലെ താൻ ഓടിപ്പോയി എന്നിട്ടില്ല. 1 മണിക്കൂറോളം താൻ അവിടെ ഉണ്ടായിരുന്നു. സായുടെ ഡോക്ടറുമായി തൻ്റെ ആങ്കിളിലെ ഇഞ്ചുറിയുമായി സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു. തനിക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റുകളായിരുന്നു. താൻ അതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ തനിക്ക് വ്യക്തമായി
വ്യക്തമായ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുണ്ടായില്ല. അവർ പിന്നീട് അതിനുശേഷം വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെയും തന്നിട്ടില്ല. തന്നെ ചില കാരണങ്ങൾ കൊണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പൂനിയ പറയുന്നത്. പൂനിയ എന്തായാലും ഈ ഒരു നടപടിക്കെതിരെ അപ്പീലിന് പോകാനിരിക്കുകയാണ്. യുണൈറ്റഡ് റെസ്ലിംഗിന്റെ നടപടിക്കെതിരെയും ഉടൻ തന്നെ പൂനിയ അപ്പീലിന് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു, അതിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ എന്നൊക്കെയാണ് ബജ്റംഗ് പൂനിയ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വീകാര്യമാകുമോ എന്നത് അടുത്ത മണിക്കൂറുകളെ വ്യക്തമാവൂ. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. ടി കെ റിജിത്ത് ചേരും.